ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറയാം, ഈ വീഡിയോയിൽ ഹോൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അതാണ്. എന്തായാലും നെക്സ്റ്റ് ഷോപ്പിംഗ് വ്ളോഗിൽ ഹോൾ വീഡിയോ കാണും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ സമയം കിട്ടിയില്ല. ഫൈനലി ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുമ്പോഴാണ് പഠിച്ചു പൊളിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുറേ നാളെ ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോസിന് ലാഗ് വരുന്നു. ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ മ്യൂസിക് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഔട്ടിംഗ് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഔട്ടിങ്ങിന് വേണ്ടി പോയത് ആദ്യം ലുലുവിലാണ്. ഈ ഒരു വലിയ ക്രിസ്മസ് ട്രീ കണ്ടില്ലേ, ഞാൻ ക്രിസ്മസ് സീസണിലാണ് പോയത്. അവിടെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഹൈപ്പറിലോട്ടാണ് പോയത്, കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ അവിടെ കുറേ കുക്കീസ് ഉണ്ടായിരുന്നു, പിന്നെ ക്രോസോൺ ആ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഡോണറ്റ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. അവിടെ കുറേ പേസ്ട്രീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പേസ്ട്രീസ് ഒന്നും വാങ്ങിയില്ല. ചിക്കൻ പ്രിയാസോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതും വാങ്ങി. അങ്ങനെ ഫുഡ് കോർട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം കഴിച്ചത് ഓറിയോ ഡോണറ്റാണ്. അത് കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല, എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയൻ ചോക്ലേറ്റ് ഡോണറ്റാണ് ഓർഡർ ചെയ്തത്. ഞാനും സാധാരണ അതാണ് വാങ്ങുന്നത്, പക്ഷെ ഇന്നൊരു വെറൈറ്റിക്കാണ് ഞാൻ ചോക്ലേറ്റ് ഡോണറ്റ് വാങ്ങാതെ ഓറിയോ ഡോണറ്റ് വാങ്ങിയത്. അങ്ങനെ എൻ്റെ അനിയന് കൊടുത്തു, അവനും ഇഷ്ടപ്പെട്ടു. ഇതാണ് ചിക്കൻ പ്രിയാസോ, എനിക്കിഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ മല്ലിയിലയുടെ ടേസ്റ്റാണ് ഹൈലൈറ്റായി നിൽക്കുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ലുലു ഫാഷൻ സ്റ്റോറിലോട്ടാണ്. ശരിക്കും ഞങ്ങളങ്ങനെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞ് പോയതല്ല, ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പപ്പ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുമെന്ന്. ശരിക്കും ഞങ്ങളിതൊരു ഔട്ടിംഗ് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം ഞങ്ങൾ ഷോപ്പിങ്ങിലെത്തി, ഡ്രസ്സസ് ട്രൈ ചെയ്തു. ഞാൻ ഇവിടെ ഷൂസ് നോക്കാനാണ് നിൽക്കുന്നത്. അങ്ങനെ ഷൂസ് അങ്ങ് നോക്കി. അപ്പോൾ പാർട്ടി വെയർ ഷൂസാണ് ഞാൻ നോക്കിയത്. ഷൂസ് എല്ലാം നോക്കിയതിന് ശേഷം ഞാൻ ജ്വല്ലറി സെക്ഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കുറേ സംഭവങ്ങൾ കണ്ടു, ബാംഗിൾസ്, ഹെയർ ബോസ്, പിന്നെ കുറേ റിങ്സ്, മാലകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് ക്ലിപ്സും സംഭവങ്ങളെല്ലാം വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ക്ലോത്ത്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അങ്ങനെ ഞാൻ പാർട്ടി വെയർ ഷൂസൊന്നും എടുക്കാത്തതുകൊണ്ട് വേറെ ഷൂസും നോക്കി. അങ്ങനെ ഞാൻ ബോങ്കേഴ്സ് ബ്രാൻഡിൻ്റെ ഒരു പിങ്ക് ഷൂസ് വാങ്ങി. അടുത്ത് ഞാൻ ബാഗിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. എനിക്കൊരു ബാഗ് വേണമായിരുന്നു, അങ്ങനെ ബാഗും വാങ്ങി. എൻ്റെ അനിയൻ ഈ ട്രോളി കറക്കി കറക്കിയാണ്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാം. അങ്ങനെ ഒന്നും വാങ്ങേണ്ട, ഔട്ടിങ് മാത്രം മതി എന്ന് പോയാൽ ഞങ്ങൾ കുറേ സംഭവങ്ങൾ വാങ്ങി. അങ്ങനെ ബില്ല് ചെയ്ത് തീരുന്നതിന് മുന്നേ ഞാൻ ഓടിപ്പോയിട്ട് ഒരു ഹാൻഡ് ബാഗ് എടുത്തു. ഇത് നല്ല രസമുണ്ട്, അപ്പോൾ അതും എടുത്തു. അവിടെ കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു സീബ്ര മോഡലിൽ വരുന്ന ബാഗാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഓരോന്ന് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ അനിയൻ ബില്ല് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ട്രോളി വെച്ച് കറങ്ങി കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ ഓരോ സാധനങ്ങളും ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഫൈനലി 14,768 രൂപയായി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇന്നൊരു ഔട്ടിങ് എന്ന രീതിയിൽ മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത്, പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുറേ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ഹോൾ വീഡിയോ ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണം. അങ്ങനെ ബില്ലൊക്കെ ഗാർഡിന് കാണിച്ചതിന് ശേഷം ഞങ്ങൾ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അനിയൻ ഇപ്പോഴും ആ ട്രോളി വെച്ചുള്ള കളി നിർത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലുലുവിന്ന് ഇറങ്ങി. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ലുലുവിൻ്റെ പുറത്തുള്ള ഡെക്കറേഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അകത്തും നല്ല ഡെക്കറേറ്റഡ് ആണ്, പുറത്തും അതുപോലെയാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് വെട്ടുകാടിലോട്ടാണ്. അങ്ങനെ അവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങളിതായിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ ഇത്രയും ലൈറ്റ്സ്, മൊത്തത്തിൽ നല്ല രസമുണ്ട്. പിന്നെ കുറേ ക്യൂട്ട് ബലൂൺസൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ give me a big thumbs up and don't forget to subscribe to my channel. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.